ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 151 പാചകപ്പുരയിലെ ശുചിത്വം. ഭാഗം 151 പാചകപ്പുരയിലെ ശുചിത്വം ഇവിടെ ആരംഭിക്കുന്നു. ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഗുരുദേവൻ യാതൊരു വിട്ടുവീഴ്ചയും കാണിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും പാചകപ്പുരയിൽ. പാചകൻ ദിവസവും രാവിലെ കുളിച്ചു വന്ന് അലക്കിയെടുത്ത വസ്ത്രവും ധരിച്ചിട്ട് വേണമായിരുന്നു ജോലികൾ ആരംഭിക്കുവാൻ. അത് എല്ലാവരും കൃത്യമായി പാലിക്കുകയും ചെയ്തിരുന്നു. ഗുരുദേവന് ഭക്ഷണം പാകം ചെയ്തിരുന്നത് പർണശാലയ്ക്കടുത്തുള്ള ഒരു നിവേദ്യപ്പുരയിലായിരുന്നു. അവിടെ പാത്രങ്ങൾ കൂട്ടിമുട്ടി ശബ്ദമുണ്ടാക്കാൻ പാടില്ലായിരുന്നു. അതുപോലെ ഉറക്കെയുള്ള സംഭാഷണമോ ചിരിയോ മറ്റ് ബഹളങ്ങളോ ഉണ്ടാക്കാനും പാടില്ലായിരുന്നു. അക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ അതിന് കാരണക്കാരായവരെ ഗുരുദേവൻ ഉടൻ വിളിപ്പിക്കുമായിരുന്നു. അതിനാൽ പാചകനായ ശംഖുഭക്തൻ്റെ ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും പതിഞ്ഞിരുന്നു. പതിവ് പോലെ ഒരു ദിവസം ഉച്ചയ്ക്ക് 12:30 ആയപ്പോൾ ഗുരുഭക്തൻ പർണശാലയ്ക്ക് മുന്നിൽ വന്ന് മുഖം കാണിച്ച് നിൽപ്പായി. എന്നിട്ട് അത് കണ്ടിട്ട് ഗുരുദേവൻ പറഞ്ഞു, "ഓ, നമ്മെ